പ്രഷറുണ്ട്, എൻവയോൺമെൻറ്റിൻ്റെ റിപ്പോർട്ടിൻ്റെ അപ്പോൾ അവർക്ക് മാറുന്നില്ല. നമുക്കിന്ന് തുടങ്ങാം. നമസ്കാരം. സ്കൂൾ ഓഫ് എപ്പിഗ്രഫിക്കൽ സ്റ്റഡീസിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പുറത്തു നിൽക്കുന്നവർ ദയവായി വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ അമൂല്യങ്ങളായ എഴുത്തോലകൾ വായിക്കുവാനും അപഗ്രഥിക്കാനുമുള്ള വൈദഗ്ധ്യമുള്ളവരെ കേരള സമൂഹത്തിൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ KCHR സ്കൂൾ ഓഫ് എപ്പിഗ്രഫിക്കൽ സ്റ്റഡീസ് സ്ഥാപിക്കുകയാണ്. സ്ഥാപന കർമ്മത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. യോഗ നടപടികൾ നടക്കുന്നത് കൊണ്ട് തന്നെ ദയവായി എല്ലാവരും സെൽഫോണുകൾ സൈലന്റ് മോഡിലേക്ക് ഇടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഡയറക്ടർ പ്രൊഫസർ GR വിനയത്തോടെ ക്ഷണിക്കുന്നു. മാസ്ക് ഇടേണ്ടി വരും. കേൾക്കാമല്ലോ. KCHRന്റെ ഇതൊരു വളരെ വളരെ വലിയൊരു ദിവസമാണ്. ഞങ്ങൾ കുറേ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു ദിവസമാണിത്.
നമ്മുടെ പുരാരേഖ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മളുടെ കൂടെ ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. പുരാരേഖ കേന്ദ്രം അഥവാ സ്കൂൾ ഓഫ് എപ്പിഗ്രാഫിക്കൽ സ്റ്റഡീസ് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ഡോക്ടർ ശ്രീ കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് സ്വാഗതം. നമ്മൾ കാത്തിരിക്കുകയാണ് നമ്മളുടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് വി സതീശൻ ഓണറബിൾ MLA പറവൂരിന് വേണ്ടി അദ്ദേഹമാണ് അധ്യക്ഷം വഹിക്കുന്നത്. നമ്മുടെ കൂടെ ഇന്ന് വിശിഷ്ട അതിഥിയായിട്ട് പ്രൊഫസർ ധർമ്മരാജനുണ്ട്, വൈസ് ചാൻസലർ ശ്രീ ശങ്കര യൂണിവേഴ്സിറ്റി. അദ്ദേഹത്തിനും സ്വാഗതം. ഭാഷാ ലിപി വിദഗ്ധനും പണ്ഡിതരുമായ പ്രൊഫസർ രാഘവ് വാര്യരും കേശവൻ വെളുത്താട്ടും നമ്മുടെ ഒപ്പമുണ്ട്. ഈ രണ്ട് പ്രൊഫസർമാരായിരിക്കും നമ്മളുടെ ഈ പുരാരേഖ പഠന കേന്ദ്രത്തിന്റെ ലീഡിംഗ് അംഗങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിനെ സങ്കല്പിച്ചതും ഇതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ ഗ്രാഹ്യമുള്ളവർ ഇവർ രണ്ടാൾ തന്നെയാണ്. അതുകൊണ്ട് അവർക്കും സ്വാഗതം. നമ്മളുടെ തന്നെ ആയിട്ടുള്ള പ്രൊഫസർ മൈക്കൽ തരകൻ, ചെയർപേഴ്സൺ കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ ചെയർമാനായിട്ടുള്ള പ്രൊഫസർ മൈക്കൽ തരകൻ സ്വാഗതം. നമ്മളുടെ ഒരു പ്രാവശ്യം കൂടെ ബഹുമാനപ്പെട്ട MLA സ്വാഗതം. നമ്മുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങൾ കുറേ നമ്മുടെ ഒപ്പമുണ്ട്. പിന്നെ നമ്മുടെ ഒരു വലിയ ഒരു നമ്മുടെ കൂടെ നിൽക്കുന്നതും ചരിത്രകാരായിട്ടുള്ള കുറേ അംഗങ്ങളും നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട്. ഓൺലൈനായിട്ടും നമ്മുടെ കുറേ കൂട്ടുകാരും കൊളീഗ്സുമായിട്ടുള്ള ആൾക്കാർ നമ്മളുടെ കൂടെ ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മാത്രം എനിക്ക് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചരിത്രം പഠിക്കുന്നതിന് വേണ്ടി ഭാഷയും ലിപിയും വളരെ വളരെ പ്രധാനമാണ്. ഇത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ എടുത്തു പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ചരിത്ര വിഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഓരോ നമ്മൾ ഡിവിഷൻസ് കാണും. ആർക്കിയോളജി, ഏൻഷ്യൻ, മെഡീവൽ, മോഡേൺ എന്നൊക്കെ പറഞ്ഞ വിഭാഗങ്ങൾ. പക്ഷെ ഇതെല്ലാം പഠിക്കാൻ വേണ്ടിയും നമുക്ക് ലിപികൾ വേണം. ഈ ലിപി പഠന കേന്ദ്രം നമ്മളുടെ ഈ പുരാരേഖ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഈ കേന്ദ്രം ശരിക്കും പറഞ്ഞാൽ കേരളത്തിലല്ല ഇന്ത്യയിലെ ഒരു ആദ്യത്തെ ഒരു തരത്തിലത്തെ ഒരു കേന്ദ്രം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വളരെ അഭിമാനമുണ്ട്. ആൻഡ് ചരിത്രത്തിന്റെ എഴുതുന്ന രീതിയും അതിന്റെ ദിശകളും ഇതുകൊണ്ട് മാറും. അതുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചടങ്ങിലോട്ട് കയറാം. ആദ്യമായി ശിലാഫലകത്തിന്റെ അനാച്ഛാദനമാണ്. മാറ്റി വെച്ചു എന്നുള്ളതൊന്ന് അനൗൺസ് ചെയ്യും. അനാച്ഛാദനം അവസാനം നമുക്ക് നടത്താവുന്നതാണ്. സ്കൂൾ ഓഫ് എപ്പിഗ്രാഫിക്കൽ സ്റ്റഡീസിന്റെ ഓണററി കോഴ്സ് ഡയറക്ടറും സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസിന്റെ ഡയറക്ടറും കൂടിയായ പ്രൊഫസർ MR രാഘവ് സാറിനെ ആമുഖ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. മൈക്ക് വളരെ അത്യാവശ്യമാണോ? എന്നെ കേൾക്കാമെങ്കിൽ ശരിയാണല്ലോ. വളരെ ചാരിതാർത്ഥജനകമായ ഒരു മുഹൂർത്തമാണിത്. ഈ കാലത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യം നിറവേറ്റാനുള്ള യത്നത്തിൻ്റെ ആരംഭം കൂടിയാണിത്. ആ നിലയ്ക്ക് ഈ സന്ദർഭത്തിന് വമ്പിച്ച ചരിത്ര പ്രാധാന്യമുണ്ട്. പുരാരേഖ പഠന കേന്ദ്രത്തിൻ്റെ ആരംഭമാണ് ഇവിടെ കുറിക്കുന്നത്. പുരാരേഖ പഠനം പുരാരേഖകളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാരത ഭൂഖണ്ഡം, ഞാൻ ആ പേര് പറയുന്നത് ഇന്ത്യ എന്ന് പറയാതെ
ഭാരത ഭൂഖണ്ഡം എന്ന് പറയുന്നത് പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ പ്രദേശത്ത് പതിനായിരക്കണക്കായ രേഖകളാണ് ചിതറിക്കിടക്കുന്നത്. അവയിൽ നല്ല ഒരു വിഭാഗം പകർത്തി എടുത്തിട്ടുണ്ട്. ആയിരക്കണക്കിൽ രേഖകൾ ഇനിയും പകർത്താൻ കിടപ്പുണ്ട്. കൊല്ലം തോറും 2-3 മാസം ഇതിനു വേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഒരു പ്രത്യേക ഓഫീസ് ആർക്കിയോളജി വകുപ്പ് കൊണ്ടു നടക്കുന്നുണ്ട്. മൈസൂരിലെ പുരാരേഖ കാര്യാലയം, എപ്പിഗ്രാഫി ഓഫീസ് ഞങ്ങളൊക്കെ അവിടെ പരിശീലനം കിട്ടിയവരാണ്, അതിന് ഭാഗ്യം ചെയ്തവരാണ് ഞങ്ങൾ എന്നാണ് പറയേണ്ടത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ അവിടെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ പ്രത്യേക ശ്രദ്ധയോടും താല്പര്യത്തോടും കൂടി കേരളത്തിൽ കുറേ പുരാരേഖ വിദഗ്ധന്മാരെ കൊണ്ടുവന്ന് ടി എ ഗോപിനാഥ് റാവു, കെ വി സുബ്രഹ്മണ്യ അയ്യർ, എ എസ് രാമനാഥ് അയ്യർ തുടങ്ങിയ ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ ഈ പുരാരേഖാ പഠനത്തിന് ആരംഭം കുറിച്ചത് അന്നാണ്. തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇതിന് തുടങ്ങിയത്. അന്ന് മുതൽക്ക് അവിടെ പലതരത്തിലുള്ള പഠനങ്ങൾ നടന്നു വരുന്നു. ആ പഠനങ്ങളുടെ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകാൻ ഈ സന്ദർഭം നമുക്ക് സമയം അനുവദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അതൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. 10,000-കണക്കായ രേഖകളിൽ കൂടി പോകുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലിരുത്തേണ്ട ഒരു കാര്യം, അച്ചടി വന്നപ്പോഴാണ് എഴുത്ത് നിലവാരപ്പെട്ടത്. അതുവരെ കാലം തോറും അക്ഷരങ്ങൾ കയ്യെഴുത്തായിട്ടാണ് നിലനിന്ന് പോകുന്നത്. ഈ കയ്യെഴുത്തിൻ്റെ രൂപത്തിലുള്ള ലിപികൾ കാലം തോറും ഇങ്ങനെ മാറി വന്നുകൊണ്ടിരുന്നു. ഈ മാറി വന്ന രേഖകളുടെ എല്ലാം രൂപമാതൃകകൾ നമുക്ക് കേരളത്തിൽ കിട്ടാനുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഏത് പ്രദേശത്ത് ചെന്നാലും ഇത്തരത്തിലുള്ള രേഖകൾ നമുക്ക് കിട്ടാനുണ്ട്. ഈ രേഖകൾ എന്നത് വെറും ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് പഴയ കാലത്തെ കുറേ എഴുത്താണ് എന്ന മട്ടിൽ പഠിക്കാനുള്ളതല്ല. അങ്ങനെ ഒരു വശം അതിനുണ്ടായിരിക്കാം, കൗതുകത്തിൻ്റെ പ്രദർശനത്തിൻ്റെ ഒരംശം അതിലുണ്ടായിരിക്കാം. പക്ഷേ അത് ഓരോ രേഖയും നാം നിലനിർത്തിപ്പോകുന്ന ജീവിത മാതൃകകളുടെ വിഭവോൽപാദനത്തിൻ്റെ വിഭവ വിനിമയങ്ങളുടെ ആ തരത്തിലുള്ള പലതരം ജീവിത പ്രവർത്തനങ്ങളുടെ രേഖകളാണ് ഈ ഓരോ രേഖകൾ. ആ നിലയ്ക്ക് ഈ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ, ജീവിതത്തെക്കുറിച്ചുള്ള പഠനമാണ് ചരിത്രം. ആ ചരിത്രം പഠിക്കാൻ ഒരുങ്ങുന്നവർക്ക് ഒഴിച്ചുകൂടാത്ത ഒരറിവാണ് ഇത്, ഈ ലിപി പരിചയം എന്നത്. പ്രാചീന ലിപികളെക്കുറിച്ചുള്ള അറിവ് കൂടാതെ മൗലിക പ്രമാണങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗവേഷണം നടത്താൻ സാധ്യമല്ല. ഇങ്ങനെ സാധ്യമല്ലാതെ വന്ന ആ കാലത്ത് ചരിത്രത്തിൽ പ്രവർത്തിച്ചത് മൂലമാണ് ഈ തൊട്ടടുത്ത കാലത്തായിട്ട് നമ്മുടെ ഇടയിൽ കണ്ണു തുറപ്പിക്കുന്ന തരത്തിലുള്ള പുതിയ വിജ്ഞാനത്തോടു കൂടിയുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടാകാതെ പോകുന്നത്. നമുക്ക് ഗ്രന്ഥങ്ങളുണ്ടെങ്കിലും മൗലിക പ്രാമാണ്യമുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടാകാതെ പോകുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള മൗലിക പ്രമാണ സാമഗ്രികളിലേക്ക് പ്രവേശമില്ലാത്തവർ ഗ്രന്ഥരചനയിൽ ഏർപ്പെടുന്നത് കൊണ്ടാണ്. ഈ ഒരു പരിഹാരം, ഈ ഒരു ദുസ്ഥിതിക്ക് നമുക്ക് പരിഹാരം തേടേണ്ടതുണ്ട്. പഴയ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ആ പൈതൃകം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പുതിയ ജനകീയമായ രീതിയിലുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും ഏർപ്പെടേണ്ടതുണ്ട്. ആ ഒരു കാരണത്താലാണ് നാം ഇത്തരം ഒരു രേഖാ പഠന കേന്ദ്രം സ്ഥാപിച്ച് അവിടെ പഴയ രേഖകളെ പഠിപ്പിക്കാനും അവയെ പരിചയപ്പെടുത്താനും
മറ്റും പോയത്. ഈ കാലത്ത് എന്തിനും ഒരു ഉപാധിയായി നമുക്ക് കൈവരാറുള്ളത് ഈ ഓൺലൈൻ പഠനമാണ്. ഈ ഒരു വിഷയത്തിൽ ഓൺലൈൻ പഠനം സാധ്യമല്ല. ഇത് ഓൺലൈൻ പഠനം കൊണ്ട് നടക്കാവുന്ന കാര്യമല്ല. ഇത് ഓൺലൈൻ പഠനം കൊണ്ട് ഇത് നടന്നാൽ പോസ്റ്റൽ ട്യൂഷൻ വഴി നീന്തൽ പഠിച്ച പോലെ ഇരിക്കും. തിയറിയൊക്കെ അറിയും, പക്ഷെ നമുക്ക് വെള്ളത്തിലിറങ്ങിയാൽ മുങ്ങിച്ചത്തുപോകും എന്ന മട്ടിൽ ആയി പോകുന്നത് പോലെ ഈ രേഖാ പഠനവും ഓൺലൈനിൽ നമുക്ക് വേണമെങ്കിൽ സംഘടിപ്പിക്കാം. പക്ഷെ അക്ഷരം വായിക്കാൻ ആവുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഈ യഥാർത്ഥത്തിലുള്ള പഴയ രീതിയിലുള്ള മുഖത്തോട് മുഖം അന്വേഷിച്ച് ഇരുന്നു കൊണ്ടുള്ള പഠനം വേണം. മാത്രവുമല്ല, വൻതോതിൽ 100 പേരെ 120 പേരെ ചേർത്ത് ഉദ്യോഗത്തിന് ഇത് അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ വന്നു ചേരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് യഥാർത്ഥത്തിൽ ഈ ജ്ഞാനം നിലനിർത്തുന്ന ഒരു ചെറിയ സംഘത്തെ നമ്മുടെ നാട്ടിൽ വളർത്തിക്കൊണ്ടുവരേണ്ടത് ഈ കാലത്തിൻ്റെ ഒരാവശ്യമാണ്. ചരിത്രം എന്ന വിജ്ഞാന ശാഖയുടെ ഒരത്യാവശ്യമാണ് നാം ഇവിടെ നിർവഹിക്കുന്നത്. ചരിത്രം മനുഷ്യന് പല അറിവുകളും വേണമെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട എന്ന മട്ടിൽ വയ്ക്കാം. അപ്പോൾ ആയുർവേദം പഠിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് ഒരാൾക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരാൻ പോകുന്നില്ല. അതുപോലെ കാൽക്കുലസ് പഠിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് വലിയ ഒരു കുഴപ്പം വരാനില്ല. പക്ഷേ ഭാഷയും ചരിത്രവും അറിഞ്ഞുകൂടെങ്കിൽ അയാൾക്ക് ജീവിതം അസാധ്യമായി തീരും. ഭാഷ, ചരിത്രം 2 ജ്ഞാനരൂപങ്ങൾ നമുക്ക് ജീവിതം നിലനിർത്താൻ അത്യാവശ്യമാണ്. ആ ജീവിതം നിലനിർത്താൻ അത്യാവശ്യമായ ആ വിഷയത്തെക്കുറിച്ച് അടിസ്ഥാനപരമായ അന്വേഷണ ബുദ്ധി വളർത്താനും ആ തരത്തിലുള്ള ആ വിജ്ഞാനം ആ മേഖലയിൽ ജ്ഞാനോൽപാദനം നടത്താനും അത്യാവശ്യമായ ഒരു പ്രാഥമിക അറിവാണ് നാം ഈ കേന്ദ്രത്തിൽ കൂടി ഇപ്പോൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്. വളരെ നീട്ടിപ്പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വളരെ കാലം പറയാനുള്ള കാര്യങ്ങൾ ഉണ്ട്. അതെല്ലാം ഇവിടെ അവതരിപ്പിക്കാനുള്ള സന്ദർഭം ഇതല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ആരംഭം കുറിക്കാൻ വേണ്ടിയാണ് ഈ തരത്തിലുള്ള വളരെ അപൂർവമായ ജ്ഞാനത്തിൻ്റെ ഒരു ഉടമയാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകനായ നമ്മുടെ ഡോക്ടർ ജലീൽ എന്ന മന്ത്രി. ഞങ്ങൾ ഒന്നിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗത്തിൽ ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം അവിടെ ചരിത്രാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഞങ്ങൾ വളരെ ദിവസം ഒന്നിച്ച് കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഇതിനെക്കുറിച്ച് ആധികാരികമായി തന്നെ പറയാൻ അർഹതപ്പെട്ട ഒരാളാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലേക്ക് നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു. വീണ്ടും തുടരാൻ ചെയർപേഴ്സൺ പ്രൊഫസർ പി.കെ. മത്സരകരകൻ സാറിനെ പ്രഭാഷണത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ കെ.ടി. ജലീൽ, ബഹുമാനപ്പെട്ട യോഗ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി. സതീശൻ MLA, ബഹുമാനപ്പെട്ട കാലടി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പ്രാചീന അല്ലെങ്കിൽ പുരാരേഖ ലിപി പഠന കേന്ദ്രത്തെ തൻ്റെ സ്വന്തം തോളിലേറ്റി വിജയിപ്പിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രൊഫസർ M.R. രാഘവ വാര്യർ തന്നെ
ഈ കേന്ദ്രത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിവരിച്ച് തന്നിരിക്കുകയാണ്. അതനുസരിച്ച് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയും അങ്ങനെ പുരാലേഖകളിൽ അവരോട് ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറയണേ. അവരോട് ശബ്ദം ഉണ്ടാക്കരുത്. ചെറിയ ശബ്ദം അവരോട് ഫോൺ അവിടെ നിന്ന് ചെയ്യരുതാണ്, പുറത്തു പോയിട്ട് ചെയ്യാം. അതനുസരിച്ച് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയും അങ്ങനെ പുരാരേഖകളിൽ മറഞ്ഞ് കിടക്കുന്ന ചരിത്രപരമായ അറിവിനെ പൊതുജന മധ്യേ അവതരിപ്പിക്കുവാൻ കഴിവുള്ള ഒരു പുതു തലമുറയെ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുന്നതിന് നിങ്ങളേവരുടെയും തുടർന്നുമുള്ള സഹായ സഹകരണങ്ങൾ ആദ്യമായി അഭ്യർത്ഥിക്കുന്നു. ഈ സ്ഥാപനത്തിൻ്റെ പ്രചോദനമായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സഹചരിത്രകാരനുമായ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രത്യേക താല്പര്യം എത്ര ആവശ്യമാണെന്ന് പറയേണ്ടതില്ല. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രാചീന ലിപി പഠന കേന്ദ്രത്തിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉള്ള എഴുത്തുകൾ ചരിത്ര ഗവേഷണ കൗൺസിലിലേക്ക് അയച്ച് തന്നതും ഇതുപോലൊരു സ്ഥാപനം ഈ പട്ടണത്തിൽ തുടങ്ങിക്കൂടെ എന്ന് ആദ്യമായി നിർദ്ദേശിച്ചതും പൊതുവിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥ്. അദ്ദേഹത്തിന് ഞങ്ങളുടെ നന്ദിയും സ്നേഹാദരങ്ങളും. കേരള പുരാവസ്തു വകുപ്പ് തിരുവനന്തപുരത്ത് ചിറ്റല്ലൂരിൽ ശ്രീ വിശാഖം തിരുനാൾ സ്കൂൾ ഓഫ് എപ്പിഗ്രാഫി എന്നൊരു സ്ഥാപനം നടത്തിയിരുന്നുവെങ്കിലും പിൽക്കാലത്ത് അതിൻ്റെ പ്രവർത്തനം നിലച്ചു. അങ്ങനെ ഉണ്ടായ ശൂന്യത ഒരു പരിധി വരെയെങ്കിലും മാറ്റുവാൻ കൂടിയാണ് നമ്മുടെ ഈ സ്ഥാപനം നിലവിൽ വരുന്നത്. ഇതിനെ സ്വാഗതം ചെയ്ത പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട കടന്നപ്പള്ളി രാമചന്ദ്രനും നന്ദി. ഈ പ്രാചീന ലിപി പഠന കേന്ദ്രം പ്രവർത്തിക്കുന്നത് ചെറിയ കാലത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ പട്ടണം ചിൽഡ്രൻസ് മ്യൂസിയം നടന്നിരുന്ന കെട്ടിടത്തിലാണ്. ഈ കെട്ടിടത്തിന് കാര്യമായ ചില റിപ്പയർ വേണ്ടി വന്നപ്പോൾ താൽക്കാലികമായി മ്യൂസിയം അടച്ചുപൂട്ടി റിപ്പയർ പണികൾ ആരംഭിച്ചു. ഒരു അവസരത്തിൽ നടന്ന ഒരു വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ പ്രൊഫസർ വി കെ രാമചന്ദ്രൻ തന്നെ പുതുതായി മറ്റൊരു മ്യൂസിയം പണിയുന്നതിൻ്റെ തൊട്ടടുത്തായി, ഇവിടെ തൊട്ടടുത്ത് പണിയുന്ന മ്യൂസിയം നിങ്ങൾ എല്ലാവരും കണ്ടു കാണുന്നില്ലായിരിക്കും, പണിയുന്നതിൻ്റെ തൊട്ടടുത്തായി ഒരു ചിൽഡ്രൻസ് മ്യൂസിയം ഉണ്ടാകുന്നതിന് പകരം 2 മ്യൂസിയങ്ങളും ഒരു കെട്ടിടത്തിൽ ആക്കുകയായിരിക്കും നല്ലത് എന്ന് നിർദ്ദേശിച്ചു. അത് ചരിത്ര ഗവേഷണ കൗൺസിൽ അതനുസരിച്ച് ഈ കെട്ടിടം പ്രാചീന ലിപി പഠന കേന്ദ്രമാക്കുകയും ചെയ്തു. എന്നാലും ലിപി പഠന കേന്ദ്രം പ്രവർത്തനക്ഷമമായ ഈ അവസരത്തിലും മ്യൂസിയം ഒരു പണിതീരാത്ത വീടായി നിൽക്കുകയാണെന്ന് എന്നത് പറയാതെ നിവൃത്തിയില്ല. ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയെ കാണിച്ചു, ബഹുമാനപ്പെട്ട MLA അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മ്യൂസിയത്തിൻ്റെ പണി ഏറ്റെടുത്തിരിക്കുന്നത് മുസൂറിസ് ഹെറിറ്റേജ് പ്രൊജക്റ്റും അവർ ഏർപ്പെടുത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളും ആണ്. അവർ ചരിത്ര ഗവേഷണ കൗൺസിലിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാക്കി തരണം എന്ന് ഞങ്ങളുടെ ആഗ്രഹം അവതരിപ്പിക്കുകയാണ്. ഇത് ഇവിടെ പറയുന്നതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്. എന്തെന്ന് വെച്ചാൽ MHPയുടെ ഗവേണിംഗ് ബോർഡ് അംഗവും കൂടിയാണ് ഈ നാടിൻ്റെ ശക്തനായ ജനപ്രതിനിധി അഡ്വക്കേറ്റ് VD സതീശൻ. അദ്ദേഹം ഈ കാര്യത്തിൽ വേണ്ട നടപടികൾ, വേണ്ട തലങ്ങളിൽ ഈ അഭിപ്രായത്തെ എത്തിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക. അധ്യയന സാധ്യത ഇല്ലാത്ത കേരള ചരിത്ര കൗൺസിലിന് ഇപ്പോൾ ലിപി പഠന രംഗത്ത് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുവാനേ കഴിയും. എന്നാൽ
കാലടി സംസ്കൃത സർവകലാശാല ചരിത്ര ഗവേഷണ കൗൺസിലിൻ്റെ ഈ ദൃശ്യ പ്രവർത്തനങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ തന്നെ അധ്യക്ഷം വഹിച്ച ഒരു ആലോചനാ യോഗത്തിൽ വെച്ച് വാഗ്ദാനം ചെയ്യുകയാണ്. അതിന് പ്രത്യേകം നന്ദി പറഞ്ഞിരുന്നു. ഇത്തരം സഹകരണം ലഭ്യമായാൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഡിപ്ലോമ കോഴ്സാക്കി മാറ്റാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇത് സാധിക്കുമെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു. കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ അല്ലെങ്കിൽ KCHR എന്നൊരു പുതിയ ഡയറക്ടർ ഇന്ത്യയിലെ പ്രമുഖ സർവകലാശാലയായ JNUവിലെ പ്രൊഫസറായിരുന്ന വിഖ്യാതയായ ചരിത്ര പണ്ഡിതയുമായ ഡോക്ടർ അരുണിമ ഗോപിനാഥാണ് ആദ്യത്തെ വനിതാ ഡയറക്ടറായി ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിൽ KCHR തിരുവനന്തപുരത്തെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് മാത്രമല്ല പട്ടണം ക്യാമ്പസിൽ നിന്നും വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും എന്ന കാര്യത്തിൽ എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. എനിക്ക് ഇവിടെ നേരിട്ടും അല്ലാതെയും ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നവരോടും ഈ നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് വാർഡ് മെമ്പറും ഒക്കെ ഉള്ള ഈ മീറ്റിങ്ങിൽ ഇവിടുത്തെ നാട്ടുകാരോടും അഭ്യർത്ഥിക്കാനുള്ളത് ഡോക്ടർ അരുണിമയോടും അവരുടെ ടീമിനോടും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ്. നന്ദി സാർ. ഈ ചടങ്ങിന്റെ അധ്യക്ഷനും പറവൂരിന്റെ ബഹുമാനപ്പെട്ട MLAയുമായ അഡ്വക്കേറ്റ് VD സതീശൻ സാറിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ KT ജലീൽ, നമ്മുടെ മുസരീസ് പൈതൃക പദ്ധതിയുടെ വഴികാട്ടിയായ ഡോക്ടർ MR രാഘവ വാര്യർ, നമ്മുടെ കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അഡാർ, നമ്മുടെ KCHRന്റെ ചെയർപേഴ്സൺ ഡോക്ടർ മൈഷു കനകൻ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കേശവൻ സാർ, സെക്രട്ടറി നീൽഷൻ സാർ, സെക്രട്ടറി അരുണിമ, ഏറ്റവും പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെയുള്ള ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. നമ്മുടെ ഈ പട്ടണത്തിൽ പുരാരേഖ പഠന കേന്ദ്രം KCHRന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നുള്ള സന്തോഷത്തിൽ ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം അവർക്ക് വേണ്ടി ഞാൻ പങ്കുചേരുകയാണ്. സത്യത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തിനാണ് ഹിസ്റ്ററി പഠിക്കുന്നത് എന്ന് വിചാരിച്ചൊരു സാധാരണ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. പാനിപ്പട്ടി യുദ്ധം ഈ വർഷത്തിലാണ്, അല്ലെങ്കിൽ പ്ലാസി യുദ്ധം ഈ വർഷത്തിലാണ്, ഇത് കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. പക്ഷെ എന്നെ മാറ്റിമറിച്ചത് ഞാൻ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വായിച്ച പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയാണ്. അപ്പോഴാണ് ഞാൻ ചരിത്രം ഒരു കവിത പോലെ എഴുതി വച്ചിരിക്കുന്ന ആ പുസ്തകമാണ് സത്യത്തിൽ ചരിത്രത്തിലേക്ക് ആകർഷിച്ചത്. ഇന്നിപ്പോൾ ചരിത്ര പുസ്തകങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ് ഞാനെന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനമുണ്ട്. ഞങ്ങൾ ഡോക്ടർ തോമസ് ഐസക്കും ഞങ്ങളെല്ലാവരും ചേർന്നാണ് ഈ മുസരീസ് പൈതൃക പദ്ധതിയുടെ തുടക്കമിടുന്നത്. അത് കൂടുതൽ ചരിത്രാന്വേഷണത്തിലേക്ക് ഞങ്ങളെല്ലാം പ്രേരിപ്പിച്ചു. ഇന്നിപ്പോൾ ഓരോ നല്ല ചരിത്ര പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഈ പുരാരേഖകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. എന്നെ വിസ്മയിപ്പിച്ചൊരു പുസ്തകമാണ് ഹോമോ സാപ്പിയൻസ്, ഹരാരിയുടെ പുസ്തകം. ഹരാരിയുടെ പിന്നീട് വന്ന 2 പുസ്തകങ്ങൾ എല്ലാം പുരാരേഖയുടെയും ജനറ്റിക് സ്റ്റഡീസിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുത്ത പുസ്തകങ്ങളാണ്. നമ്മുടെ ടോണി ജോസഫിൻ്റെ കഴിഞ്ഞ വർഷം ടോണി ജോസഫിൻ്റെ ഏർലി ഇന്ത്യൻസ് എന്ന് പറയുന്ന നമ്മുടെ പൂർവികരെ തേടിയുള്ള അദ്ദേഹത്തിൻ്റെ അന്വേഷണം. എല്ലാവരും നമ്മളിപ്പോൾ ആര്യന്മാരാണ്, നമ്മുടെ ബ്ലഡ് വേറെയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾക്കിടയിൽ എല്ലാവരും ആഫ്രിക്കയിൽ നിന്ന് പുറപ്പെട്ട ആളുകളാണ്, ആഫ്രിക്കയിൽ നിന്ന് പുറത്തു വന്ന ആളുകളാണെന്ന് ടോണി ജോസഫ് സമർത്ഥമായി അതിൽ പറയുന്നുണ്ട്. അപ്പോൾ പുരാരേഖകൾക്ക് ഇപ്പോൾ ലണ്ടനിലെ ആർക്കൈവ്സിൽ നിന്ന് ന്യൂഡൽഹിയിൽ നിന്നെല്ലാം അന്വേഷണം കഴിഞ്ഞ നൂറ്റാണ്ടിലെ കാര്യങ്ങൾ പോലും നമുക്കറിയാൻ പാടില്ലാത്ത എത്രയോ കാര്യങ്ങളാണ് പുതിയ പുതിയ പുസ്തകങ്ങളിലൂടെ അന്വേഷണങ്ങളിലൂടെ പുരാരേഖകളിലൂടെ പുറത്തു വരുന്നത്. ഇപ്പോൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ കിം എ വാഗ്നർ എന്ന് പറയുന്ന ഒരു ചരിത്ര വകുപ്പ് മേധാവി എഴുതിയൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു പുസ്തകം ഞാൻ അടുത്ത കാലത്ത് വായിച്ചു. അതായത് സ്കൾ ഓഫ് ആലംബക് എന്ന് പറയുന്നത്. അവിടെ ബ്രിട്ടനിലെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരാളുടെ തലയോട്ടി കിട്ടുകയാണ്, ഒരു കുറിപ്പും മാത്രമാണ്.
അത് ആ വീട്ടുകാരെ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. ഈ തലയോട്ടിയും കയ്യിൽ പിടിച്ച് ഇത് ആരുടെ തലയോട്ടിയാണെന്ന് അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ്. അതിൽ എന്തെല്ലാം ആർക്കേസിൽ നിന്ന് ന്യൂഡൽഹിയിലെല്ലാം വന്ന് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ആ കലാപത്തിൽ കൊല്ലപ്പെട്ട സീപ്പോയാണ്, ആലംബക് എന്ന് പറയുന്ന ഒരാളുടെ തലയോട്ടിയാണ് എന്ന് കണ്ടുപിടിക്കുകയാണ് അന്വേഷിച്ചു വന്നിട്ട്. അപ്പോൾ ആ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സീപ്പോയ് ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിക്കുന്ന ആ സമരത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം കൂടിയാണത്. അപ്പൊ അന്ന് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ദേഷ്യപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ പീരങ്കിയുടെ അറ്റത്ത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുമിച്ച് കെട്ടിവെച്ച് ഫയർ ചെയ്യുമ്പോൾ ഇത് ചെതറിത്തെറിക്കും. ഇവരുടെ ഡെഡ് ബോഡി മുഴുവൻ ചെതറിത്തെറിക്കും ഗ്രൗണ്ടിൽ. അപ്പൊ ഇവരുടെ റിമൈൻസ്, അവരുടെ മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കാത്തിരിക്കുന്ന ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഹിന്ദുക്കൾക്ക് അവരുടേതായ ആചാര രീതിയിൽ അവരെ സംസ്കരിക്കാൻ പറ്റില്ല, മുസ്ലിങ്ങൾക്ക് അവരുടെ ആചാര രീതിയിൽ സംസ്കരിക്കാൻ പറ്റില്ല. അത്ര വിദ്വേഷമായിരുന്നു ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളോട് ബ്രിട്ടീഷുകാർ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്തു പോകുന്ന വലിയ മിലിറ്ററി ഓഫീസേഴ്സ്, ജനറലും മറ്റവരൊക്കെ തിരിച്ചു പോകുമ്പോൾ അവർ ഈ വിക്ടറിയെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ട്രോഫി ആയിട്ടാണ് ഈ തലയോട്ടി കൊണ്ടുപോകുന്നത്, സൂക്ഷിച്ചു വയ്ക്കാൻ. അപ്പോൾ വലിയ ഫ്രെയിം ചെയ്തൊക്കെ വീട്ടിൽ വലിയ ഗ്ലാസ് കേസിലൊക്കെ വീട്ടിൽ വെക്കും. നമ്മൾ ഈ പണ്ട് ആളുകൾ ഈ വേട്ടയാടൽ കഴിഞ്ഞിട്ട് സിംഹത്തിന്റെയും പുലിയുടെയും മീതെ ചവിട്ടി തോക്കുമായിട്ട് നിൽക്കുന്നത് പോലെ അവർ നടത്തിയ ഈ ഇന്ത്യയിൽ വന്ന് നടത്തിയ വീരകൃത്യങ്ങളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ തലയോട്ടി കൊണ്ടുപോയി സൂക്ഷിച്ചത്. അങ്ങനെ ഉണ്ടായ ഒരു ജനറൽ കൊണ്ടുവന്ന തലയോട്ടി എവിടെയോ വെച്ച് നഷ്ടപ്പെട്ട ഒരു പബ്ബിൽ നിന്ന് കിട്ടിയതാണ്. ഈ ചരിത്രകാരൻ അന്വേഷിച്ചു പോയി, രേഖകളുടെ പിൻബലത്തിൽ, പുരാരേഖകളുടെ പിൻബലത്തിൽ അന്വേഷിച്ചു പോയി ഈ സമരത്തിൽ പങ്കെടുത്തൊരു സാധാരണക്കാരനെ CPI ഇങ്ങനെ പീരങ്കിയുടെ മുമ്പിൽ വെച്ച് പകർത്ത് കളഞ്ഞ ആ തലയോട്ടിയാണെന്ന് തിരിച്ചറിയുന്നത്. അപ്പൊ ചരിത്രം എത്ര രസകരമാണ്. ആ ചരിത്രത്തിലേക്കുള്ള അന്വേഷണം, സാറ് പറഞ്ഞതുപോലെ നല്ല ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്കില്ലാതെ പോകുന്നത് ഈ ഒരു പഠനത്തിന്റെയും ഒരു പിൻബലമില്ലായ്മയുടെ, പുരാരേഖകളുടെ പിൻബലമാണ്. അപ്പൊ അതിനെ എനിക്ക് ചിലപ്പോൾ തോന്നുന്നു ചരിത്ര സയൻസ് ആണെന്ന് തോന്നുന്നു. കാരണം നമ്മളെ കൺവിൻസ് ചെയ്യല്ലേ, ഒരു രേഖകളുടെ പിൻബലത്താൽ നന്നായിട്ട് സ്ഥാപിക്കുകയാണ്, ചില കാര്യങ്ങൾ സ്ഥാപിക്കുകയാണ്, അത് അങ്ങനെയാണ് എന്ന് സ്ഥാപിക്കുകയാണ്. അപ്പൊ ചിലപ്പോൾ സയൻസിനുള്ള പ്രത്യേകത അതാണല്ലോ, സയൻസ് അതിൽ റീസണിങ് ഉണ്ട്, യുക്തിയുണ്ട്, എല്ലാം കൊണ്ട് സ്ഥാപിക്കുന്നത് പോലെ ചരിത്ര സത്യങ്ങൾ സ്ഥാപിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പഠന കേന്ദ്രം നമ്മുടെ കേരളത്തിൽ ആരംഭിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമാണ്. ഇത് ഒരുപാട് അന്വേഷണങ്ങളിലേക്ക്, ഒരുപാട് വിദ്യാർത്ഥികൾ, ഒരു റിസർച്ച് ഓറിയന്റഡ് ആയി വരുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വഴികാട്ടിയായി കൂടുതൽ അന്വേഷണങ്ങൾ നടത്താൻ, കൂടുതൽ ചരിത്രത്തിലേക്ക് കടന്നുപോകാൻ. പഴയത് അറിഞ്ഞാൽ മാത്രമേ പുതിയ കാലത്തിലേക്ക് നമുക്ക് നടന്നു പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം കൂടി അറിയുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു. പിന്നെ തീർച്ചയായിട്ടും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് യോഗ്യനായിട്ടുള്ള ആളാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിന്റെ തീസിസ് തന്നെ മലബാർ കലാപത്തെ കുറിച്ചുള്ള സംഭവമാണ്. ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുള്ളതാണ്, അത് പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണ് അത്. അദ്ദേഹം അന്നത്തെ ആ സമരത്തെ കുറിച്ചൊക്കെ ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ അതിനെക്കുറിച്ച് എന്തെങ്കിലും പെട്ടെന്നൊരു സാധാരണക്കാരന് വളരെ നന്നായി മലബാർ കലാപത്തെ കുറിച്ചും ഖിലാഫത്ത് മൂവ്മെന്റിനെ കുറിച്ചും ഒക്കെ ആ കാലഘട്ടത്തെ കുറിച്ചും അന്നത്തെ ഹീറോസ് അവരെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നല്ല പുസ്തകം എഴുതിയാണ്. ചരിത്ര പുതിയായിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹത്തെ പോലെ ഒരാൾ വന്ന് പറവൂരിൽ വന്ന് ഈ പട്ടണത്ത് വന്ന് ഈ പുരാരേഖാ കേന്ദ്രം KCHR പ്രത്യേകമായ നന്ദി പറയുന്നു. അദ്ദേഹം ചെയർപേഴ്സൺ പറഞ്ഞൊരു കാര്യം, തൊട്ടപ്പുറത്ത് ഒരു മ്യൂസിയത്തിന്റെ പണി ഇങ്ങനെ തീരാതെ നിൽക്കുന്നുണ്ട്. അത് ചെറിയ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ്. പ്രത്യേകിച്ച് ഇതുപോലത്തെ കൺസ്ട്രക്ഷൻസ് വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് ഒരുപാട് സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. എങ്കിലും അതിന്റെ ബോർഡ് വളരെ സീരിയസ് ആയിട്ട് അത് എടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് പണി തീർക്കുന്നതിനുള്ള നടപടികൾ കൂടി സ്വീകരിച്ച് ആ മ്യൂസിയത്തിന്റെ അകത്തുകൂടി നമ്മുടെ കൂടി ഒരു സംവിധാനം, KCHR കൂടി ഒരു സംവിധാനം. എന്തായാലും KCHR ഈ പറവൂരിലുള്ള സാന്നിധ്യം, ഇവിടെ നടത്തിയിരിക്കുന്ന എക്സ്കവേഷൻസ്, ഇവിടെ നടത്തിയിരിക്കുന്ന അന്വേഷണങ്ങൾ, അതെല്ലാം നമ്മുടെ മുസ്ലിം പൈതൃക പദ്ധതിയെ ശക്തിപ്പെടുത്തുകയും അതിനൊരു ശക്തമായ അടിത്തറ, സാറകന്റെ പങ്കാളികളാണ് എല്ലാവരും, അതിനൊരു നല്ല അടിത്തറ KCHR ഇവിടുത്തെ സാന്നിധ്യം കൊണ്ട് മുസ്ലിം പഠനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പ്രത്യേകമായി നന്ദിയോടുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. വേദിയിലും ഇരിക്കുന്ന എല്ലാവരും ദയവായി മൊബൈൽ ഫോൺ ഒന്ന് സൈലന്റ് ആക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
ശിലാഫലക അനാച്ഛാദന കർമ്മം ഉദ്ഘാടന ചടങ്ങിന് ശേഷമായിരിക്കും നമുക്ക് ഉന്നത വിദ്യാഭ്യാസം, ന്യൂനപക്ഷ ക്ഷേമം, ഹജ്ജ്, വഖഫ് എന്നീ വകുപ്പുകളുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഡോക്ടർ KT ജലീലിനെ പുരാരേഖ പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനായി ആദരവോടെ ക്ഷണിക്കുന്നു. ഈ മഹനീയമായ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന പറവൂരിൻ്റെ പ്രിയങ്കരനായ MLA മുസറിസ് പൈതൃക പദ്ധതിയുടെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവരിൽ പ്രമുഖനുമായ എനിക്കേറെ സ്നേഹാദരങ്ങളുള്ള അഡ്വക്കേറ്റ് VD സതീശൻ MLA അവരുടെ, എൻ്റെ വന്യരായ അധ്യാപകന്മാർ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരുപാട് അവരുടെ മുഖങ്ങളിൽ നിന്ന് അറിവ് വായിച്ചെടുക്കാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. പ്രൊഫസർ MR രാഘവ വാര്യർ, പ്രൊഫസർ കേശവൻ വെളുത്താട്ട്, കേരള ഹിസ്റ്റോറിക് റിസർച്ച് കൗൺസിലിൻ്റെ അമരക്കാരൻ, അറിയപ്പെടുന്ന ചരിത്ര പണ്ഡിതൻ കൂടിയായ പ്രൊഫസർ മൈക്കിൾ തരകൻ, സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ ധർമ്മരാജൻ, ശ്രീ ഉണ്ണികൃഷ്ണൻ, ശ്രീമതി അരുണിമ, ഡോക്ടർ വർഗീസ്, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും ഉൾപ്പെടെ ജനപ്രതിനിധികളും ഇന്നത്തെ ഈ ചടങ്ങിൽ സന്നിഹിതരാണ്. വളരെയേറെ അഭിമാനവും സന്തോഷവും നമുക്കെല്ലാം പകർന്നു നൽകുന്ന ദിവസമാണ് ഇന്ന്. മുസറിസ് പൈതൃക പദ്ധതി നമ്മുടെ നാടിൻ്റെ സാംസ്കാരികമായിട്ടുള്ള പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ച് നിർത്തുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ആരംഭിച്ചിട്ടുള്ളതാണ്. ഇത്തരം പഠനത്തിൻ്റെ കുലപതി എന്ന് വിളിക്കാവുന്ന പ്രൊഫസർ MR രാഘവ വാര്യർ എന്തിനാണ് പുരാരേഖ പഠന കേന്ദ്രം എന്ന് തൻ്റെ ഹ്രസ്വമായ ഭാഷണത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ചരിത്രം അനുസ്യൂതമായ ഒരു പ്രവാഹമാണ്. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാതെ മുന്നിലേക്കുള്ള നമ്മളുടെ പാത വെട്ടിത്തെളിയിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് E.H. ഒരിക്കൽ ചരിത്രത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത്, ഹിസ്റ്ററി ഈസ് ആൻ അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ പ്രസന്റ് ആൻഡ് പാസ്റ്റ്. ഭൂതവും വർത്തമാനവും തമ്മിലുള്ള നിലക്കാത്ത സംവാദമാണ് ചരിത്രം. നല്ല അടിത്തറയിന്മേൽ പടുത്തുയർത്തപ്പെടുന്ന ചരിത്ര സൗധമാണ് ഏതൊരു നാടിൻ്റെയും എക്കാലത്തെയും വലിയ അഭിമാന സ്തംഭം. അടിത്തറ ദുർബലമായി പോയാൽ, അതിന് പെശക് പറ്റിയാൽ, അതിനെ ആധാരമാക്കി നിർമ്മിക്കപ്പെടുന്ന ചരിത്രത്തിന് പെശകുകൾ പറ്റും. അങ്ങനെ പറ്റാതെ നോക്കാൻ നമ്മളുടെ പൂർവികർ ശ്രമിച്ചു എന്നുള്ളത് അഭിമാനകരമായ ഒരു അനുഭവമാണ്. നമ്മളുടെ രാജ്യം ലോകത്ത് തന്നെ ഏറ്റവും പഴക്കമുള്ള നാഗരികതക്ക് ജന്മം നൽകിയ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന നാടാണ്. അവിടെ നിന്നാണ് നമ്മൾ
ചരിത്ര പഠനയാത്ര ആരംഭിക്കുന്നത്. എഴുത്ത് രൂപപ്പെട്ടതെന്നു മുതൽക്കാൻ, രേഖപ്പെടുത്തപ്പെട്ട് തുടങ്ങിയതെന്നു മുതൽക്കാൻ, അതിനു മുൻപുള്ള മനുഷ്യരുടെ ചരിത്രം നമ്മൾ വായിച്ചത്, പഠിച്ചത് എങ്ങനെയാണ്? എഴുത്തിന് മുമ്പുള്ള ചരിത്രം, എഴുത്തിന് ശേഷമുള്ള ചരിത്രം, ഇങ്ങനെ രണ്ടായി ചരിത്രം വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യാരംഭം മുതൽ തന്നെ മനുഷ്യന്റെ ചരിത്രവും തുടങ്ങി. അവരുപയോഗിച്ച വസ്തുക്കൾ, സാധന സാമഗ്രികൾ, ഇവയൊക്കെ തന്നെ ഓരോ കാലഘട്ടത്തിൻ്റെ നേർചിത്രം നമുക്ക് പ്രദാനം ചെയ്തു. ശബ്ദങ്ങൾ പിന്നീടത് അക്ഷരങ്ങളിലേക്ക് രൂപപരിണാമം നടത്തപ്പെട്ടത്, ഇതൊക്കെ തന്നെ ഒരു നാടിൻ്റെ സംസ്കാരത്തെ സംബന്ധിച്ച്, ചരിത്രത്തെ സംബന്ധിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ്. കേരളത്തിൽ പുരാരേഖ പഠന കേന്ദ്രം ആരംഭിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നമുക്ക് നൽകുന്നുണ്ട്. പുരാരേഖകൾ പരിശോധിച്ചാൽ എല്ലാ ഇന്ത്യൻ ഭാഷകളുടെയും ആരംഭം, പ്രഭവ കേന്ദ്രം ഒന്നായിരുന്നു എന്നുള്ള ശക്തമായ നിഗമനത്തിൽ നമ്മളെ എത്തിക്കും. ഇവിടെ തന്നെ ഭാഷകളുടെ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്ന ചില ചിത്രങ്ങളിലൂടെ കണ്ണോടിച്ചാൽ നമുക്കത് ബോധ്യമാകും. എല്ലാ ഭാഷകളുടെയും, ഇന്ത്യൻ പ്രാദേശിക ഭാഷകളുടെ ലിപികളുടെ സാമ്യത, അതാണ് വിളിച്ചോതുന്നത്. ചരിത്രം മനോഹരമായിട്ടുള്ള ഒരു വിഷയമാണ്. ശാസ്ത്രാവബോധമുള്ള ഒരാൾ ചരിത്ര പണ്ഡിതനായാൽ അതിലും വലിയ ഒരു അനുഗ്രഹം ഒരു സ്ഥാപനത്തിനും ഒരു നാടിനും വേറെ കിട്ടാനില്ല. ചരിത്രം ഒരു സയൻസ് തന്നെയാണ്. ഹിസ്റ്ററി ഈസ് എ സയൻസ്, നോ ലെസ് ആൻഡ് നോ മോർ. ജെ.ബി. ബ്യൂറി ചരിത്രത്തിന് നൽകിയ വ്യാഖ്യാനം അതായിരുന്നുവല്ലോ. ഹോമോസാപ്പിയൻസിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. ആധുനിക കാലത്ത് പോലും മനുഷ്യന്റെ ചരിത്രം പറയാൻ അവന്റെ പൈതൃകങ്ങൾ തേടി, പാരമ്പര്യത്തിന്റെ വേരുകൾ തേടി പോകുന്ന അതിസൂക്ഷ്മമായ പഠനവും ഗവേഷണവും നടക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. എത്ര ആധുനികമായാലും നമുക്ക് നമ്മളുടെ ഇന്നലകളെ വിസ്മരിക്കുവാൻ കഴിയില്ല. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന പണ്ഡിറ്റ് നെഹ്റുവിന്റെ പുസ്തകം അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു. സത്യത്തിൽ ലോക ഫാസിസത്തിനെതിരായി എഴുതപ്പെട്ട ബൈബിളാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. ആ പുസ്തകം അദ്ദേഹം എഴുതുന്നത് ലോകത്ത് ഫാസിസം ശക്തിപ്പെടുന്ന ഒരു കാലത്താണ്. ഇന്ത്യൻ ഫാഷിസത്തിനെതിരായി നെഹ്റുവിൻ്റെ ശക്തമായ ഇടപെടലിൻ്റെ ഫലമായിരുന്നു ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം. നെഹ്റു 2 പുസ്തകങ്ങളും എഴുതിയത് ഒന്ന് ലോക ഫാഷിസത്തിൻ്റെ പ്രതിരോധം എന്നുള്ള നിലയിലായിരുന്നെങ്കിൽ മറ്റൊന്ന് വരാൻ പോകുന്ന നാളുകളിൽ ഇന്ത്യയിലും ഫാഷിസം ശക്തിപ്പെടാൻ ഇടയുണ്ട് എന്നുള്ള നിരീക്ഷണത്തിൽ അദ്ദേഹം അതിനെതിരായി പ്രതിരോധ കവചം തീർത്ത് എഴുതിയ പ്രമാണമാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. നമ്മളുടെ രാജ്യത്തുള്ള ഓരോ മനുഷ്യൻ്റെയും, ഓരോ മതജാതി സമുദായ വിഭാഗക്കാരൻ്റെയും പങ്കാളിത്തം എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മിതി, അതാണ് നമുക്ക് ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ നിന്ന് വായിച്ചെടുക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. MA ഹിസ്റ്ററി കഴിഞ്ഞ്, MPhil കഴിഞ്ഞ്, PhD ഒക്കെ
എടുത്തപ്പോഴും കാലിക്കറ്റ് സർവകലാശാലയിലെ എം.ആർ. രാഘവവാര്യരുടെയും ഡോക്ടർ എം.ജി.എസ്. നാരായണൻ്റെയും ഡോക്ടർ കേശവൻ വെളുത്താട്ട്, അദ്ദേഹം വന്ന് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയില്ല, പക്ഷെ ഇടക്കിടക്ക് കാലിക്കറ്റിൽ വരുമായിരുന്നു ഞങ്ങളെ പഠിപ്പിക്കാൻ. എംഫില്ലിന് പഠിച്ചിരുന്ന കാലം അതൊരു സുവർണകാലം തന്നെയായിരുന്നു. ചരിത്രത്തോട് ഇത്രമാത്രം അടുപ്പവും അഭേദ്യമായ ഒരു ബന്ധവും രൂപപ്പെട്ട കാലമെന്ന് ആ കാലയളവിനെ വിശേഷിപ്പിക്കാം. ഇങ്ങനെയുള്ള അതിപ്രഗത്ഭരുടെ അസാന്നിധ്യം പുതുതലമുറയിൽ കാണുന്നു എന്നുള്ളത് എന്നെ പലപ്പോഴും ദുഃഖിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ നിലയിലേക്ക് ഉയരാൻ കഴിയുന്ന പുതുതലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതും ഇത്തരം സ്ഥാപനങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് പ്രൊഫസർ മൈക്കിൾ തരകൻ, അദ്ദേഹം ഇതിൻ്റെ കൂടെ തന്നെ നിരന്തരമായി ഇടപെട്ടുകൊണ്ടുണ്ടായിരുന്നു. മ്യൂസിയത്തിൻ്റെ പണി അധികം വൈകാതെ തന്നെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. 10-12 ഏക്കർ സ്ഥലം വരുന്ന ഈ പ്രദേശം മനോഹരമായ ഒരു ഉദ്യാനമാക്കി നമുക്ക് മാറ്റണം. അദ്ദേഹം പറയുകയായിരുന്നു, പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ വരാനുള്ള അവസരം എന്നുള്ള നിലയിൽ ഒരു നല്ല പാർക്ക് ഇവിടെ രൂപപ്പെടുത്തണം. അങ്ങനെ നാട്ടുകാരെയും ഈ കോമ്പൗണ്ടിലേക്ക് ആകർഷിക്കണം. തീർച്ചയായും ഏതൊരു സ്ഥാപനമായാലും ആ സ്ഥാപനം നിൽക്കുന്ന പ്രദേശത്തെ ആളുകളുടെ ഹൃദയത്തിൽ ആ സ്ഥാപനം ഉണ്ടാകും. തീർച്ചയായും അതിന് കഴിയും അത്തരത്തിലുള്ള ഒരു ശ്രമത്തിന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടെ ഫണ്ട് വിനിയോഗം ഒക്കെ നടത്തുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതി ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൂടി ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇത്തരമൊരു പഠന കേന്ദ്രം, പുരാരേഖാ പഠന കേന്ദ്രം, ആദ്യം ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ്, അത് കഴിഞ്ഞതിന് ശേഷം ഡിപ്ലോമ, എനിക്ക് തോന്നുന്നു MA ഹിസ്റ്ററി ഒക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്നുള്ള നിലയിൽ നമുക്ക് ഇതിനെ രൂപപ്പെടുത്തിയെടുക്കണം. ആർക്കിയോളജി, ആന്ത്രോപോളജി, ഇതൊക്കെ തന്നെ വലിയ പഠനശാഖകളായി നമ്മളുടെ സർവകലാശാലകളിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പഠനം, ഗവേഷണം, ഇതൊക്കെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മാത്രം നടക്കേണ്ട കാര്യങ്ങളാണ് എന്നാണ് പലരും കരുതുന്നത്. സത്യത്തിൽ പുരാരേഖാ പഠനം ശാസ്ത്ര സാങ്കേതിക മികവിൻ്റെ ബലത്തിൽ മുന്നോട്ട് പോയാൽ അത് വലിയ വിപ്ലവമായിരിക്കും ഓരോ നാട്ടിലും സൃഷ്ടിക്കുക. ഇന്നലകളുടെ വേരുകൾ തേടി നമ്മൾ പോയാൽ നമ്മളുടെ മത നിരപേക്ഷ പാരമ്പര്യത്തിൻ്റെ വേരുകൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. നമ്മളെ തിരിച്ചറിയണമെങ്കിൽ, വിഭജനത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെ നിരാകരിക്കണമെങ്കിൽ, ഐക്യത്തിൻ്റെ ദർശനത്തെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയണം. അത് ഉൾപ്പിരിഞ്ഞ് നമ്മളുടെ പൈതൃകങ്ങളിൽ വിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ നടത്തപ്പെടുന്ന ശ്രമം അതുകൊണ്ട് തന്നെ ദേശീയോത്ഗ്രഥന പ്രധാനമാണ് എന്ന് ഞാൻ കരുതുന്നു. ഈ സ്ഥാപനം കേവലം അറിവും വിദ്യയും പകർന്നു കൊടുക്കുന്ന, പുരാരേഖയെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന കേന്ദ്രം മാത്രമാവില്ല. നമ്മളുടെ നാട്ടിലെ വിവിധ ജനവിഭാഗങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന ഐക്യത്തിൻ്റെ, ഊഷ്മളമായ ബന്ധത്തിൻ്റെ ചരിത്രം പുതിയ കാലത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന കേന്ദ്രവും കൂടി ആകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, അഭിലഷിക്കുന്നു. ഈ പഠന കേന്ദ്രത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ
നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ P.K. ധർമ്മരാജനെ യോഗത്തിൽ സംസാരിക്കുന്നതിന് സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഈ മഹനീയമായ യോഗത്തിൻ്റെ ഉദ്ഘാടകനായ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ P.T. ജലീൽ സാർ, യോഗാധ്യക്ഷനായ പ്രിയങ്കരനായ MLA V.D. സതീശൻ, ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് മൈക്കിൾ തരകൻ സാർ പറഞ്ഞതുപോലെ സ്വന്തം ചുമലിലേറ്റി ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പമുള്ള M.R. രാഘവ സാർ, ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായ മൈക്കിൾ തരകൻ സാർ, അരുണിമ, ചരിത്ര അധ്യാപകരായ വെളുത്താട്ട് കേശവൻ സാർ, കുഞ്ഞികൃഷ്ണൻ സാർ, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ചരിത്ര വിഭാഗത്തിലെ അധ്യാപകർ, മറ്റ് ഗവേഷകർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ജനപ്രതിനിധികൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ സന്ദർഭത്തെ കാണുന്നത്. അഭിമാനം മാത്രമല്ല, എനിക്ക് കുറച്ച് അസൂയയുമുണ്ട്. അസൂയ മാറ്റുന്നതുകൊണ്ടുമല്ല, ഈ ലിപി പഠനവുമായി ബന്ധപ്പെട്ട് പുതിയ തലമുറയ്ക്ക് വെളിച്ചം നൽകണമെന്ന ശാഠ്യം, ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, ആ ശാഠ്യം മനസ്സിലേറ്റിക്കൊണ്ട് കഴിയുന്നത്ര സർവകലാശാലകളോട് നിരന്തരമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന M.R. രാഘവ സാറ് ഒരു വർഷം മുമ്പ് എന്നോട് പറഞ്ഞതാണ്, ഈ രീതിയിലുള്ള ഒരു പഠനം സംസ്കൃത സർവകലാശാലയിൽ ആരംഭിക്കണം. എല്ലാ സംവിധാനങ്ങളും, അതിൻ്റെ സിലബസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരുക്കി തന്നിരുന്നു. ഞങ്ങളത് വളരെ ഗൗരവത്തിലെടുക്കുകയും ഞങ്ങളുടെ സർവകലാശാല ഒരു കോഴ്സ് ആരംഭിക്കണമെങ്കിൽ ഒരുപാട് വൈതരണികളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്. അപ്പം അതിൻ്റെ ഓരോ സ്റ്റെപ്പും പൂർത്തീകരിച്ച് ബോർഡ് ഓഫ് സ്റ്റഡീസ്, ഫാക്കൽറ്റി, ഇതൊക്കെ ആ സിലബസ് അംഗീകരിച്ച് അവസാനം അക്കാഡമിക് കൗൺസിൽ അതിൻ്റെ അംഗീകാരം കിട്ടിയാലേ നമുക്കത് ആരംഭിക്കാൻ പറ്റും. ആ സമയത്താണ് കോവിഡ് രംഗത്ത് വന്നത്. പിന്നെ നമുക്ക് അക്കാഡമിക് കൗൺസിൽ കൂടാൻ കഴിഞ്ഞില്ല. അടുത്ത മാസം നമ്മൾ അക്കാഡമിക് കൗൺസിൽ കൂടുന്നുണ്ട്. ഒരു വർഷത്തിലധികമായി നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സ്റ്റാഗ്നേഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു പക്ഷേ കോവിഡ് വന്നില്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള കോഴ്സുകൾ ആരംഭിക്കുന്നത് SHR-നേക്കാൾ മുമ്പ് ഞങ്ങൾ ആകുമായിരുന്നു. ഇതാണ് അസൂയ എന്ന് പറയുന്നത്. എന്തായാലും വളരെ അഭിമാനമുണ്ട്. മൈക്കിൾ സാറാണെങ്കിലും നിരന്തരമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 10-20 തവണയെങ്കിലും മൈക്കിൾ സാർ എന്നെ വിളിച്ചിട്ടുണ്ട് നിരന്തരമായിട്ട്, ഓരോ സ്റ്റെപ്പായിട്ട് അതിൻ്റെ പുരോഗതിയെക്കുറിച്ച് പറയാനായിട്ട്. ഇത് വളരെ അഭിമാനകരമാകുന്നത്, ഈ മുഹൂർത്തം ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്, ഈ പുരാരേഖ പഠനം അത് പുതിയ തലമുറ വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കുന്നുണ്ടോ എന്ന വലിയ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നെതർലാൻഡുമായി സഹകരിച്ചുകൊണ്ട് SHR സംഘടിപ്പിക്കാൻ പോകുന്ന ഗവേഷണ കേന്ദ്രം പഠനങ്ങൾ അത് അനിവാര്യമാക്കുന്നത് ഡച്ചുകാരുടെ
പൗരാണിക രേഖകൾ വായിക്കാനായിട്ട്, ആധികാരികമായി വായിക്കാനായിട്ട് പുതിയ തലമുറയിൽ ആളില്ലാതായിരിക്കുന്നു എന്നുള്ള പരമമായ യാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചത്തിലാണ്. അങ്ങനെയാണ് KCHR-ഉം സംസ്കൃത സർവകലാശാല അതിൽ നമ്മളെ കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ്, ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മൈക്കിൾ തർക്കാൻ സാറ് മുന്നോട്ട് പോകുന്നത്. സന്തോഷമുണ്ട്. അപ്പോൾ നെതർലാൻഡുമായി സഹകരിച്ചുകൊണ്ട് നടത്താൻ പോകുന്ന അത്തരം കോഴ്സുകളുടെ ഒരു ആദ്യ കോഴ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പുരാരേഖ പഠന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സിനെ കാണാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചരിത്രകാരനൊന്നുമല്ല, സംസ്കൃതം പഠിച്ച ആളാണ്. പക്ഷെ എൻ്റെ ഗവേഷണ പ്രബന്ധം കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. എൻ്റെ തിസീസിൻ്റെ ഒരു അധ്യായം തുടങ്ങുന്നത് ഹിസ്റ്ററി മേക്സ് മാൻ വൈസ് എന്നുള്ള വളരെ പ്രസിദ്ധമായ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ്. ചരിത്രം മനുഷ്യനെ ബുദ്ധിമാനാക്കുന്നത് ചരിത്രത്തിൻ്റെ പിൻബലമായി രൂപപ്പെട്ടിട്ടുള്ള ജനങ്ങളുടെ ജീവിതമായി ഇഴചേർന്നിട്ടുള്ള രേഖകൾ ശരിയായ രീതിയിൽ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് ചരിത്ര മാറ്റങ്ങൾ അങ്ങനെ സംഭവിച്ചതെന്ന് ബോധ്യപ്പെടുത്തുക എന്നതുകൊണ്ട് കൂടിയാണ്. അപ്പൊ ചരിത്ര മാറ്റത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ, ചരിത്രഗതിയെ നിയന്ത്രിക്കുന്ന ജനങ്ങളാണെന്ന് ജനങ്ങളെ തിരിച്ചറിയുന്നതിന് വിധേയമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പുരാരേഖകളുടെ പഠനം അനിവാര്യമാണ്. രാഘവായൻ സാറും അതുപോലെയുള്ള ഏതാനും വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് കേരളത്തിൽ ഇന്നും ഈ രംഗത്ത് സജീവമായി നിലനിൽക്കുന്നത്, ആധികാരികമായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അറിവ് പുതിയ തലമുറയിലേക്ക് പകരേണ്ടത്, പുതിയ തലമുറ അത് ഏറ്റെടുക്കാനുള്ള സന്നദ്ധത കാണിക്കേണ്ടത് അതും വളരെ നിർബന്ധമാണ്. ഈ പന്തം ഏറ്റുവാങ്ങാനുള്ള കരുത്ത് പുതിയ തലമുറ കാണിക്കണം. ചരിത്രകാരന്മാർ മാത്രമല്ല, വിവിധ വിജ്ഞാന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഓരോ ഗവേഷകന്റെയും ഉത്തരവാദിത്തമാണ് അത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുള്ള ഒരു ഒരുക്കമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. എല്ലാ ആശംസകളും നൽകുന്നു. ഞങ്ങളും കൂടെ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവസരത്തിലേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സാർ
ഇത് വിട്ടു തുടങ്ങാം മനോജന ലൈവ് ലൈവ് ലൈവ്